ഹലോ, ഈ ഒരു കോൺട്രവേഴ്സ്യൽ ഇൻസിഡൻറ്റിൽ എൻ്റെ സ്റ്റാൻഡ് ആദ്യമായി ക്ലിയർ ആക്കുകയാണ്. നെഗറ്റീവ് സെല്ലിങ്ങിനോട്, നെഗറ്റീവ് മാർക്കറ്റിങ്ങിനോട് വ്യക്തിപരമായി ഞാൻ വിയോജിപ്പാണ്. നെഗറ്റീവ് സെല്ലിങ് എന്ന് പറയുമ്പോൾ ആ പ്രോഗ്രാമിന് 1 മണിക്കൂർ വൈകി ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എത്തിയതിനോട്, ആ പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ ലാംഗ്വേജ് ഡെലിവറിയോട്, അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിനെ നേരിട്ട രീതിയോട് എല്ലാത്തിനോടും ഞാൻ വ്യക്തിപരമായി വിയോജിപ്പ് ആദ്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ആ പ്രോഗ്രാമിനെ കുറിച്ചോ ആ ഇൻസിഡൻറ്റിനെ കുറിച്ചോ അല്ല. ഈ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 4 പോയിൻ്റാണ്. ഒന്നാമത്തെ പോയിൻ്റ്, പല ആളുകൾക്കും ഇപ്പോഴും സംശയം ഉണ്ടായിരിക്കാം, ഇത്രയൊക്കെ തെറി പറഞ്ഞിട്ടും, ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ടും, ഇത്രയൊക്കെ അഹങ്കാരം കാണിച്ചിട്ടും എന്തിനാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് ലക്ഷങ്ങൾ ചെലവാക്കി വർഷങ്ങളോളം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ആ ക്ലാസ്സിന് എത്തിച്ചേരുന്നത്? രണ്ടാമത്തെ പോയിന്റ്, വിനീത് ശ്രീനിവാസനും ഡോക്ടർ അനിൽ ബാലചന്ദ്രനും തമ്മിൽ ഐഡിയോളജിക്കലി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇത്രയൊക്കെ കോൺട്രവേഴ്സ്യൽ നെഗറ്റീവ് കമൻസ് ഉണ്ടായിട്ടും പബ്ലിക്കലി ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോലും, അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സുകാരൻ പോലും, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനും മുന്നോട്ട് വന്നിട്ടില്ല. എനിക്കിങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി, അദ്ദേഹത്തിന് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം എനിക്ക് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. നാലാമത്തെ പോയിന്റ്, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരൻ പോസിറ്റീവാക്കി പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്ന ഈ 4 പോയിന്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ പറഞ്ഞതുപോലെ എന്തിനാണ് ആളുകൾ ഇത്രയൊക്കെ തെറിവിളി കേൾക്കുന്ന ഒരാളുടെ അടുത്തേക്ക്, ഇത്രയൊക്കെ നെഗറ്റീവ് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് ആളുകൾ ലക്ഷങ്ങൾ കൊടുത്ത് പോകുന്നത് എന്തിനാണ് എന്ന ക്വസ്റ്റ്യനാണ്, എന്ന പോയിന്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പോയിന്റിലൂടെ, 2 കോൺസെപ്റ്റിലൂടെ ഈ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുള്ളൂ. സപ്പോസ് നമ്മൾ ഒരാൾ കള്ള് കുടിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് 2 ഡോക്ടർ ചോയ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ. ഒരു ഡോക്ടറുടെ അടുത്ത് അദ്ദേഹം പോവുകയാണ്. ആ ഡോക്ടർ അദ്ദേഹത്തോട് പറയുകയാണ്, ഫസ്റ്റ് ഡോക്ടർ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവം നൽകിയ ഒരു സമ്പത്താണ് നിങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യം. അത് കള്ള് കുടിച്ച് നശിപ്പിക്കരുത്, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് സംരക്ഷിക്കണം. നിങ്ങൾ ബാറിലെ വെള്ളം കുടിക്കരുത്, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ബാർലി വെള്ളം കുടിച്ചോളൂ എന്ന് വളരെ സൗമ്യമായ രീതിയിൽ, നല്ല രീതിയിൽ ഒരു ഡോക്ടർ പറയുന്നു. അതിനെ ബെനിഫിറ്റ് ഓഫ് ആക്ഷൻ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കൊടുക്കാം. ഇനി വേറൊരു ഡോക്ടറെ അടുത്ത് പോയി, ആ ഡോക്ടർ ഇതിന് നേരെ ഘടക വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. എടാ നിനക്ക് കുടുംബത്തിനോട് സ്നേഹമില്ലാത്ത നാറി, നീ കള്ളു കുടിച്ച് നടു റോട്ടിൽ ചത്ത് കിടന്നാൽ നിന്റെ കെട്ടിയോളും കുട്ടികളും പിന്നെ ആരുണ്ടാവുക, കഴിവേറി എന്ന് പറയുന്ന ഒരു ഡോക്ടർ. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ കള്ളുകുടിയിലൊക്കെ കുറ്റബോധം തോന്നി അതൊക്കെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്ക് ഈ ഡോക്ടർ പറഞ്ഞതായിരിക്കും കൂടുതൽ മനസ്സിൽ തട്ടുക, ചില ആളുകൾക്ക് ഈ ഡോക്ടർ പറഞ്ഞതായിരിക്കും മനസ്സിൽ തട്ടുക. ഈ 2 രീതിയിൽ ഒന്നാമത്തെ രീതിയെ പറയുന്ന പേരാണ് ബെനിഫിറ്റ് ഓഫ് ആക്ഷൻ. അതായത് നിങ്ങളൊരു കാര്യം ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം, ബെനിഫിറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ആശയത്തെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സെല്ല് ചെയ്യുന്ന രീതി. രണ്ടാമത്തത് COI, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. നിങ്ങൾ ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരുന്ന വില, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് നെഗറ്റീവ് സൈഡ് പറഞ്ഞുകൊണ്ട് സെയിൽ ചെയ്യുന്ന രീതി. ഇനി ഈ കേസ് തന്നെ 2 മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കാര്യം എടുക്കുക. ഒരാൾ മധു ഭാസ്കർ എന്ന് പറയുന്ന എൻ്റെ അധ്യാപകനാണ്, അനിൽ ബാലചന്ദ്രൻ സാർ, 2 പേരും എൻ്റെ അധ്യാപകനാണ്. അപ്പോൾ മധു ഭാസ്കർ സാറാണ് ചിലപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പറയുക, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യണം, നല്ല പ്രൊഡക്റ്റും നല്ല സർവീസും കൊടുക്കണം, അഡ്വാൻസ് മേടിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളത്. ഇനി ഈ കോൺസെപ്റ്റ് തന്നെ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ സാറ് പറയുകയാണെങ്കിൽ, എടാ കടം കൊടുക്കരുത്,
കടം കൊടുത്തു പോയാൽ നീ മുടിഞ്ഞു പോകും. കടം കൊടുത്താൽ നീ തെണ്ടിപ്പോകും. ഒരിക്കലും നിനക്ക് ആ പൈസ പിന്നെ തിരിച്ചു കിട്ടാൻ പറ്റുന്നില്ല. നീ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ക്വാളിറ്റി സർവീസ് ഉണ്ടാക്കി, പിന്നെ നീ കടം കൂടി കൊടുക്കുക, അവർ തെണ്ടിപ്പോയാൽ നിന്റെ കുടുംബം വഴിയാധാരാകും. ഇത് അനിൽ ബാലചന്ദ്രൻ പറയുന്ന രീതി. ഞാൻ എപ്പോഴും എനിക്ക് പേഴ്സണലി ഇഷ്ടം പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും കൊണ്ടുമായതുകൊണ്ട് ഞാൻ എൻ്റെ മധു ഭാസ്കർ സാറിനെ ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ലിജോ ഫോളോ ചെയ്യുന്നത് അനിൽ സാറിൻ്റെ രീതികളാണ്. കാരണം അയാൾ കടം കൊടുത്തവനാണ്, കടം കൊടുത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവനാണ്. അവനക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ അല്ലെങ്കിൽ അനിൽ സാറിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വരാം. മധു ഭാസ്കർ സാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെയും വരാം. ഇനി ഞാൻ ചോദിച്ച ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ബിസിനസ്സുകാർ ഇദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്യുന്നത്? ഈ ഒരു കേസ് മനസ്സിലാക്കാൻ നിങ്ങൾ മറ്റൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂവിനെ ഒന്നെടുത്താൽ മതി. മജീഷ്യൻ മുതുകാട് അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ പുറത്തോട്ട് വന്നപ്പോൾ ആ ഒരു പ്രോബ്ലം അറൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ആരാ? അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ആ ഇഷ്യൂവുമായി കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ അങ്ങനെ ഒരാളും വന്നിട്ടില്ല. ഒരു സ്റ്റുഡൻറ്റും, അനിൽ സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റും ഇവിടെ ആ ഒരു ഇഷ്യൂമായിട്ട് മുന്നോട്ട് വന്നില്ല. അത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പല ആളുകളുമുണ്ട്. ഞാൻ വീണ്ടും എൻ്റെ നിലപാട് ആവർത്തിച്ച് പറയുന്നു. പേഴ്സണലി, വ്യക്തിപരമായി ഞാൻ നെഗറ്റീവ് സെല്ലിങ്ങിനോട്, നെഗറ്റീവ് മാർക്കറ്റിങ്ങിനോട് വിയോജിപ്പാണ്. എങ്കിലും എന്തുകൊണ്ട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതിയെ, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ, നെഗറ്റീവ് സെല്ലിങ്ങിനെ അല്ലെങ്കിൽ കുറച്ച് ശക്തമായ ഭാഷയെ വിളിച്ചിട്ടും ആളുകൾ ഫോളോ ചെയ്യുന്നു എന്നതിൻ്റെ രീതി അവരെ വെറുതെ അഡ്വൈസ് ചെയ്യുന്നതിനെ, ഒരു മെൻറ്റർ കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് ശക്തമായി പ്രേരിപ്പിക്കുന്ന ഒരു മാഗ്നിഫിസിയൻ്റ് ഒബ്സഷൻ എന്ന രീതിയിൽ ശക്തമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളുടെ സേവനമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. ഇനി ഇത് ചെയ്യുന്നത് അനിൽ ബാലചന്ദ്രൻ സാറ് മാത്രമാണോ? ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിനേക്കാൾ മിടുക്കനാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ. അനിൽ ബാലചന്ദ്രൻ സാറിനേക്കാൾ ഒരുപാട് മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിലുള്ള ഒരു സ്കില്ല് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അടുത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ആ സിനിമ ഹിറ്റാകുന്നത് നിൻവോളി എന്ന കഥാപാത്രം വരുന്ന അദ്ദേഹം എൻ്റർടൈൻ ചെയ്യുന്ന 15 മിനിറ്റോളമാണ്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഡയലോഗ് എന്താണ്? നമ്മൾ മലയാളികൾ മൊത്തം പൈസ കൊടുത്ത് എണീറ്റ് നിന്ന് കയ്യടി മേടിച്ച് സെലിബ്രേറ്റ് ചെയ്ത ഡയലോഗ് എന്താണ്? ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്ന തെണ്ടികളെ എന്നാണ്. അത് തന്നെയാണ് അനിൽ ബാലചന്ദ്രനും ഇവിടെ ചെയ്യുന്നത്. അവർ മാത്രമാണോ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്? അല്ല, നമ്മൾ മതപ്രബോധകന്മാർ അവർ ഈ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു നിങ്ങൾ നന്മയോടുകൂടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകും. ദാറ്റ് ഈസ് ബെനിഫിറ്റ് ഓഫ് ആക്ഷൻ. നല്ല കാര്യങ്ങൾക്ക് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തിന്മകൾ ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം നരകത്തിലായിരിക്കും. കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ ഉമ്മമാരോ, നമ്മൾ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പറയും നീ നന്നായി ഭക്ഷണം കഴിച്ചോ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഇക്കാകനെ പോലെ ജ്യേഷ്ഠനെ പോലെ പെട്ടെന്ന് വളരാൻ, സ്കൂട്ടറൊക്കെ ഓടിക്കാം. ബെനിഫിറ്റ് ഓഫ് ആക്ഷൻ. ചിലപ്പോൾ പറയും നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്നെ കോക്കാച്ചി വന്ന് പിടിച്ചു കൊണ്ടുപോകും. കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. തെറി പറയുന്നില്ലേ എന്നുള്ളൂ. നെഗറ്റീവ് സെല്ലിങ് തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് അനിൽ സാറാണ് എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. 3 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ പോയിന്റ്, ഒരു നെഗറ്റീവ് മാർക്കറ്റിംഗ്, നെഗറ്റീവ് പബ്ലിസിറ്റിയെ എങ്ങനെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതിന് മുന്നേ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ പ്രമുഖ ചാനലുകളൊക്കെ അതിൻ്റെ മുൻനിരയിലുണ്ട്. ഈ പോസിറ്റീവ് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരാളുടെ നെഗറ്റീവ് വാർത്ത കൊടുക്കാൻ വന്ന ചാനലുകളോടൊരു ചോദ്യം: നിങ്ങൾ ഈ മാസം ചർച്ച ചെയ്ത ഡിബേറ്റുകളിൽ എത്ര പോസിറ്റീവ് ന്യൂസുകളുണ്ട്? എത്ര പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്? എൻ്റെ അധ്യാപകനല്ല, അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായിരുന്ന ഒരാളായിരുന്നു. ഇന്ന് കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ, ബിസിനസ്സുകാരുടെ ഒക്കെ അധ്യാപകനായി വർക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു റിസർച്ചിൽ ഏർപ്പെട്ടു. റഹ്മത്തുള്ള എന്ന് പറഞ്ഞ അരിക്കോട്ടുകാരനാണ്.
ആ റിസർച്ച് പറഞ്ഞ മില്ലറ്റ് ഫുഡുകളുടെ അതിനെ എങ്ങനെ ഒരു ടേസ്റ്റിയസ്റ്റ് ആയിട്ട് ചെയ്യാമെന്നും അതിലെങ്ങനെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിസർച്ച്. അതിന് പ്രധാനമന്ത്രിയുടെ വരെ സപ്പോർട്ടുള്ള ഒരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒമാൻ സുൽത്താനേറ്റ്, ഒമാനിലെ റോയൽ ഫാമിലി ആയിട്ടുള്ള ഒരു ഷെയ്ഖിൻ്റെ ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിന് ഫണ്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിനൊരു ഫീച്ചർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചാനൽസ് ആ ഒരു പോസിറ്റീവ് ന്യൂസിന് ചോദിച്ചത് ലക്ഷങ്ങളാണ് ഫീച്ചർ കൊടുക്കാൻ. ഒരു പോസിറ്റീവ് ന്യൂസ് ഇവിടെ വാർത്തയാക്കണമെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കണം. നമുക്കറിയാം ബൈജു രവീന്ദ്രൻ, അദ്ദേഹം ബൈജൂസിൻ്റെ ഉടമ, അദ്ദേഹം ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അദ്ദേഹം ഫേമസ് ആയതും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ അദ്ദേഹം അവിടെ നിന്നൊരു വീഴ്ച പറ്റിയപ്പോൾ അദ്ദേഹത്തെ എയറിലാക്കാൻ, അദ്ദേഹത്തിന് നെഗറ്റീവ് ന്യൂസുകൾ കൊടുക്കാൻ ഈ ചാനലുകളൊക്കെ മത്സരിച്ചത് 1 രൂപ പോലും പ്രതിഫലം മേടിക്കാതെയാണ്. ചാനലുകളും ചുരുക്കി പറഞ്ഞാൽ സെല്ല് ചെയ്യുന്നത് നെഗറ്റീവ് സെല്ലിങ് തന്നെയാണ്. അപ്പോൾ അനിൽ ബാലചന്ദ്രൻ സാറിന് പിഴച്ചത് എവിടെയെന്ന് പറയുമ്പോൾ ഈ ബെനഫിറ്റ് ഓഫ് ആക്ഷൻ, പോസിറ്റീവ് ന്യൂസുകൾ ഇഷ്ടപ്പെടുന്ന, പോസിറ്റീവ് മോട്ടിവേഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങോട്ട് കയറി, ആളുകൾ തമ്മിൽ മിക്സായി, ഓഡിയൻസ് മിക്സായി. അവിടെയാണ് അനിൽ സാറിന് ആദ്യമായിട്ട് പിഴച്ചത് എന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ ഈ വീഴ്ചകൾ എല്ലാവർക്കും പറ്റും, നമുക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ചില ആളുകൾ അവരുടെ കരിയറിൻ്റെ ആദ്യ ഘട്ടത്തിലായിരിക്കും വീഴുക, ഈ ഒരു സ്റ്റേജിൽ വീഴുന്നു. ഇവിടെ നിന്ന് വീഴുമ്പോൾ സ്വാഭാവികം നോബഡി കെയേഴ്സ്, കാരണം ആർക്കും നമ്മളെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വീണത് ആർക്കും അറിയില്ല. സ്വാഭാവികമായിട്ടും വലിയ ഡാമേജ് ഒന്നും നമുക്ക് പറ്റില്ല. വേണമെങ്കിൽ നമ്മുടെ വീട്ടു മതിലിൽ നിന്ന് വീണ ഒരു ഇമ്പാക്റ്റേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊടി തട്ടി നമുക്ക് എണീറ്റ് പോകാം. ചിലപ്പോൾ കരിയറിൻ്റെ ഒരു മിഡ് സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് വീഴ്ച പറ്റാം. ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റ്, ഇഞ്ചുറി അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിരിക്കാം. ആളുകളിൽ നമ്മൾ കുറച്ചൊക്കെ ആളുകളുടെ ഇടയിൽ അറിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ വീഴ്ച പറ്റിയത്. ചില ആളുകൾ ചിലപ്പോൾ കരിയറിൻ്റെ ടോപ്പിൽ നിന്നൊക്കെ ബൈജൂസ് ഒക്കെ വീണതുപോലെ ഇങ്ങനെ വീഴുമ്പോൾ അതുണ്ടാകാവുന്ന ആഘാതം അല്ലെങ്കിൽ പബ്ലിക്കിൽ നമ്മൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ എത്രയോ വലുതായിരിക്കാം. അങ്ങനൊരു വീഴ്ചയാണ് അനിൽ സാറിനും പറ്റിയത്. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഇവിടെ നിന്നും തിരിച്ചു വരട്ടെ എന്നാണ്. കൂടുതൽ കരുത്ത് ആർജിച്ചിട്ട് തിരിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. പാപം ചെയ്യാത്തവർക്ക് കല്ലെറിയാം.